എന്താണ് ഹോണ്ട സെൻസിങ് അഥവാ ഇൻ്റലിജൻറ്റ് അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് ഹോണ്ടയിൽ കിട്ടുന്നത് എന്തെല്ലാം? ഇതൊരു അഡാസ് ലെവൽ 2 ആണോ? ഇങ്ങനെ ഒരുപാട് സംശയം ഒരുപാട് പേർക്കുണ്ട്. അതിനെക്കുറിച്ചൊരു ക്ലിയർ ആയിട്ടൊരു പിക്ചർ ഞാനിന്ന് പറഞ്ഞുതരാം. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി എക്സ്പ്ലോർ എന്ന് പറഞ്ഞ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അങ്ങനെ 6 കാര്യങ്ങളാണ് ഈ ഇൻ്റലിജൻറ്റ് അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് കൊളീഷൻ മിറ്റിഗേഷൻ ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഫസ്റ്റ് കാര്യം. അതായത് ആ വാക്കുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ബ്രേക്കിംഗ് സിസ്റ്റം എന്നുള്ളത് തന്നെയാണ്. അതായത് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാര്യം തന്നെ. അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതൊരു വാർണിംഗ് വിഷ്വൽ സിഗ്നൽ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഏകദേശം ഒരു വാഹനത്തിൻ്റെ അടുത്തോട്ട് എത്തുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അത്രയും ഡിസ്റ്റൻസിലാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർണിംഗ് ഇതിനകത്ത് കാണിക്കുന്ന ഒരു കാര്യമാണ്. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതിനുശേഷം ഇത് ഓട്ടോ ബ്രേക്കിംഗ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ആ ഫീച്ചർ ഓഫ് ചെയ്തിടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ കിട്ടുന്ന ഒരു പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമുക്കിവിടെ ഒരു ക്യാമറ ബേസ്ഡ് അഡാസ് ആണ് കിട്ടുന്നത്. അതായത് ക്യാമറ മാത്രമാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് റഡാർ കിട്ടുന്നില്ല, അതുപോലെ തന്നെ സെൻസേഴ്സും വരുന്നില്ല. ഫ്രണ്ട് സെൻസേഴ്സും വരുന്നില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ക്യാമറ ബേസ്ഡ് അഡാസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആക്യുറസി എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഓക്കെ ഫീൽ എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് നല്ല മഞ്ഞൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ, നല്ല മഴയൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വർക്കിങ്ങിൽ ചെറിയ രീതിക്കെങ്കിലും പ്രശ്നം വരാനുള്ള അല്ലെങ്കിൽ അതിനെ ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അടുത്ത വരുന്നതാണ് റോഡ് ഡിപ്പാച്ചർ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് വാക്കുകൊണ്ട് തന്നെ മനസ്സിലാവും റോഡ് ഡിപ്പാച്ചർ. നമ്മൾ നേരെ ഒരു വഴി പോകുക അല്ലെങ്കിൽ ഒരു വളവൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ വാഹനം വഴി തെറ്റി അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ലൈനിൽ അപ്പുറത്തോട്ട് തന്നെ മാറിപ്പോവുകയാണെങ്കിൽ ഒരു വാണിംഗ് കാണിച്ചുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ആക്കി അല്ലെങ്കിൽ ആ ഒരു ലൈൻ കീപ്പ് ചെയ്ത് തന്നെ പോകുന്ന ഒരു ഫംഗ്ഷനാണ് ഈ പറഞ്ഞൊരു ഓപ്ഷൻ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണം തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ അറിയാതൊക്കെയാണ് നമ്മൾ വല്ല വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിക്ക് നമ്മൾ മിസ്ലീഡായി ഒന്ന് സൈഡിലോട്ടൊക്കെ പോവുകയാണെങ്കിലും വാഹനം കൃത്യമായിട്ട് നമ്മുടെ ആ ഡയറക്ഷനിലോട്ട് ആക്കുന്നതായിരിക്കും. അടുത്ത് വരുന്നത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ആണ്. ഇപ്പം ഈ ക്യാമറ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗുണം കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും 3 പോയിന്റ് അല്ലെങ്കിൽ 3 ഡിസ്റ്റൻസോളം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ ആ ഒരു ഡിസ്റ്റൻസ് കൺട്രോൾ ചെയ്ത് തന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്പീഡിൽ താഴെയാണെങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വാഹനം പോകുന്നതെങ്കിൽ ഈ ഒരു വാഹനം അതിനനുസരിച്ച് സ്പീഡ് കുറയ്ക്കുന്നതായിരിക്കും. അതിനെയാണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഫ്രണ്ടിലുള്ള വാഹനം സ്പീഡ് കൂട്ടുന്ന സമയത്ത് ഈ വാഹനം അതിനനുസരിച്ച് സ്പീഡ് കൂട്ടുന്നതായിരിക്കും. അടുത്ത് വരുന്നതാണ് ലെയിൻ കീപ്പ് അസിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ലൈൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ലൈനിൽ കൂടെ തന്നെ പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളവും തിരിവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ നിന്ന് ശ്രദ്ധ കളയാൻ ഞാൻ ഒരിക്കലും പറയില്ല. എന്തൊക്കെ ടെക്നോളജി വന്നെന്ന് പറഞ്ഞാലും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടാത്തൊരു ടെക്നോളജി എത്തിയിട്ടില്ല. അത് എത്തുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം. എന്നാലും കുറേയൊക്കെ നമ്മുടെ വാഹനം കൃത്യമായിട്ടുള്ള ലൈനിൽ കൂടെ തന്നെ കീപ്പ് ചെയ്ത് പോകാൻ സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് ഓട്ടോ ഹൈ ബീം ഫീച്ചർ എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് ഈ കാണാൻ സാധിക്കുന്ന ഹൈ ബീം നമ്മൾ രാത്രിയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വാഹനം വരുമ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നാൽ ഇവിടെ അത് ഓഫ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വെട്ടം വരുന്ന സമയത്ത് അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു ലൈറ്റ് നമ്മുടെ ഈ ഒരു ക്യാമറ സെൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഹൈ ബീം ഓഫ് ആകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഹെഡ് ലൈറ്റ് അല്ലെങ്കിൽ ഹൈ ബീം ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടെൻഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫംഗ്ഷനോ നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ട്. ആ വാഹനം കടന്നു പോയതിനു ശേഷം പിന്നെയും ഹൈ ബീം ഓൺ ആക്കുന്നതായിരിക്കും. അടുത്ത് വരുന്ന ലീഡിങ് കാർ ഡിപ്പാച്ചർ നോട്ടിഫിക്കേഷനാണ്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു വാഹനമുണ്ട്, ഒരു ട്രാഫിക്കിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്ത് ഈ വാഹനം കടന്നു പോകും പുറയെന്നുള്ള ഒരു ഹോൺ അടിക്കും. അതേ സ്ഥാനത്ത് ഇവിടെ ഒരു വാഹനം സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്, നമ്മളിവിടെ നിർത്തിയിട്ടിരിക്കും. ഈ വാഹനം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ കാണിക്കും, ഫ്രണ്ടിലുള്ള വാഹനം എടുത്തോ ഇനി വർത്താനം പറഞ്ഞ് സമയം കളയരുതെന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അഡാസ് സെൻസിങ് കൊണ്ട് കിട്ടുന്നത്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഹോണ്ട സെൻസിങ് കൊണ്ട് ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. ഏതായാലും ഈ ഫീച്ചേഴ്സ് എല്ലാം കേട്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.